പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞിരിക്കുന്നത് സവർക്കർ രാജ്യത്തിന്റെ ശത്രുവായിരുന്നില്ല. ഇത് പഠിക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ. തീർച്ചയായിട്ടും സവർക്കർ ആരായിരുന്നു എന്ന് നമ്മൾ പഠിക്കുക വേണം, തർക്കമൊന്നുമില്ല. ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്. സവർക്കർ ആരായിരുന്നുവെന്നും സവർക്കറെ കുറിച്ചും പഠിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹം മഹാത്മാഗാന്ധിയെ കൊന്ന കേസിൽ പ്രതിയായിരുന്നു എന്നുള്ളത്. അദ്ദേഹമാണ് ഹിന്ദു മഹാസഭയും അതുപോലെ തന്നെ RSSഉം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത്. അദ്ദേഹമാണ് ഇന്ത്യയെ രണ്ടായി വിഭജിക്കുന്നതിന് വേണ്ടി, ഇന്ത്യയെ രണ്ടാക്കുന്നതിൽ ഏറ്റവും ആദ്യം അതിനു വേണ്ടിയിട്ട് നിലപാടെടുത്ത ആളുകളിൽ ഒരാളാണ് സവർക്കർ എന്ന് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഹിന്ദുത്വ ആശയം വഴി ഇന്ത്യയെ വർഗീയമായി വിഭജിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്നിട്ടുള്ള ആളാണ് സവർക്കർ എന്ന് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹം ഒട്ടനവധി തവണ മാപ്പെഴുതി കൊടുത്ത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാല് പിടിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തത് അങ്ങനെ പഠിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും സവർക്കറെ എല്ലാവരും പഠിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ പഠിക്കുമ്പോഴാണ് അദ്ദേഹം എത്രമാത്രം വർഗീയവാദിയായിരുന്നുവെന്നും എത്രമാത്രം ഒരു രാജ്യദ്രോഹിയായിരുന്നുവെന്നും രാഷ്ട്രപിതാവിനെ തന്നെ കൊലപ്പെടുത്താൻ തക്കതായിട്ടുള്ള വിഷം അദ്ദേഹം ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്നുള്ളതും കൂടുതൽ ആളുകളിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ഞങ്ങളിത് എടുക്കുകയാണ്. അവർക്കറെ തീർച്ചയായും ഓരോരുത്തരും പഠിക്കണമെന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് സവർക്കർ. വീടിനോ വീട്ടുകാർക്കോ വേണ്ടിയല്ല, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചതാണെന്നും അർലേക്കർ അതിനോടൊപ്പം പറയുന്നുണ്ട്. കുറച്ചു മുമ്പ് കർണാടകയിൽ BJP ഭരിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ബുൾബുളിൻ്റെ പുറത്ത് കയറിയിട്ട് ഇദ്ദേഹം ഇവിടെ നിന്ന് പോയി എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് നമ്മുടെ പോർട്ട് ബ്ലെയറിലെ ജയിലിലെ മുറിയിൽ നിന്ന് രാത്രി അദ്ദേഹം ബുൾബുളിൻ്റെ പുറത്തേക്ക് പോയിരുന്നു, ഇന്ത്യ മുഴുവൻ സന്ദർശിച്ചിരുന്നു എന്നൊക്കെ കണ്ടിരുന്നു. അങ്ങനെയൊക്കെ സ്വപ്നം കാണാനും അങ്ങനെയാണ് എന്ന് ആഗ്രഹിക്കാനൊക്കെ തന്നെ ആളുകൾക്ക് അവകാശമുണ്ട്. ആ അവകാശത്തിൽ നിന്ന് നമ്മൾ തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതല്ല സത്യം എന്നുള്ളത് ചരിത്രം മനസ്സിലാക്കുന്ന ഏതൊരു മനുഷ്യനും തീർച്ചയായും വ്യക്തമാവും. ഗവർണറുടെ ഈ നിലവിലെ വിമർശനത്തോട് അല്ലെങ്കിൽ ആ അഭിപ്രായത്തോട് SFI യോജിക്കുന്നില്ല, ആ പോസ്റ്ററുമായി മുന്നോട്ട് പോകും. അല്ല, ആ പോസ്റ്റർ ഒരിക്കലും ഇദ്ദേഹത്തിനെതിരെ വെച്ചതല്ല, അർലേക്കർക്കെതിരെ വെച്ചതല്ല. അത് വെച്ചത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ വളരെ കൃത്യമാണ്. അദ്ദേഹം പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം RSS ആണെന്ന് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യണം. അദ്ദേഹത്തിന് ഈ അവസരം കൊടുത്ത ആളുകൾക്ക്, അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുത്തിയിട്ടുള്ള ആളുകൾക്ക് അയാളോട് നന്ദി പറയണം. അതുവഴി കൂടുതൽ അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടണം. അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ഒരു സ്ഥിതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അർലേക്കർക്ക് അതില്ല. അർലേക്കർ BJP RSS ആയി വളർന്നു വന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിനെതിരായിട്ട് വെച്ചതല്ല. കാരണം അദ്ദേഹവുമായിട്ട് അത്തരത്തിലുള്ള ഒരു ഫൈറ്റിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഇതുവരെ അദ്ദേഹം പോയിട്ടില്ല. വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് അർലേക്കർ അല്ല, അത് ആരായാലും, ഗവർണർ അല്ല, ഏത് പൊസിഷനിലിരിക്കുന്ന ആളായാലും ആ അർത്ഥത്തിൽ വന്നാൽ അത് പറയേണ്ടി വരും. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അത് എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. സവർക്കർ വേണമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങളും പറയുന്നത് സവർക്കറെ പഠിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും എടുക്കുന്നു. ഒരു ബാനർ നീക്കാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാനർ എനിക്ക് തോന്നുന്നത് അഴിച്ചു മാറ്റപ്പെട്ടിരുന്ന ബാനറാണ്, അല്ലാതെ അവിടെ കെട്ടിവെച്ച ബാനറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നേരത്തെ ഞാൻ ഈ മാസം ഒരിക്കൽ ക്യാമ്പസിൽ ചെല്ലുന്ന സമയത്ത് ആ ബാനർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി അത് അവിടെ തന്നെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇനി ഈ RSSകാരെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് ജീവനക്കാരെങ്കിലും പോയിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ അതൊരു ബാനർ ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതാണോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല.